ജനജീവിതത്തെ അങ്ങേയറ്റം ദുസ്സഹമാക്കുന്ന നികുതി വർധനവും കൊള്ളയുമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നതെന്ന് കെപിസിസി രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴക്കൻ പറഞ്ഞു. കിഫ്ബി റോഡുകളിൽ യൂസർ ഫീ എന്ന പേരിൽ ജനങ്ങളെ പിഴിയാനാണ് LDFന്റെ തീരുമാനം. സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹങ്ങൾക്കെതിരെ കോൺഗ്രസ് കോതമംഗലത്ത് സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വാഴക്കൻ. സംസ്ഥാന ബജറ്റിൽ ജനദ്രോഹ നയങ്ങൾക്കും ഭൂനികുതി വർധനവിനുമെതിരെ കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി നടത്തിവരുന്ന സമരത്തിന്റെ ഭാഗമായി കോതമംഗലത്ത് ഈസ്റ്റ്, വെസ്റ്റ് മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായാണ് വില്ലേജ് ഓഫീസിന് മുമ്പിൽ ധർണ സംഘടിപ്പിച്ചത്. കെപിസിസി രാഷ്ട്രീയ കാര്യസമിതി അംഗം ജോസഫ് വാഴക്കൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജനജീവിതം ദുസ്സഹമാക്കുന്ന നികുതി വർധനവാണ് സംസ്ഥാനത്ത് നടപ്പാക്കുന്നത്. ഭൂനികുതി 50% വർദ്ധിപ്പിച്ചത് കടുത്ത ദ്രോഹമാണ്. കിഫ്ബി റോഡുകളിൽ യൂസർ ഫീ ഏർപ്പെടുത്തി ജനങ്ങളെ പിഴിയുവാനാണ് LDF തീരുമാനിച്ചിരിക്കുന്നതെന്നും ജോസഫ് വാഴക്കൻ കുറ്റപ്പെടുത്തി. കേരളത്തിലെ ജനജീവിതം ഏറ്റവും ദുസ്സഹമായിരിക്കുന്ന, ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. എല്ലാ സാധനങ്ങൾക്കും തീപിടിച്ച വില. കർഷകനെ സംബന്ധിച്ചാണെങ്കിൽ അവൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കാര്യത്തിനും ഒരു സാധനത്തിനും ന്യായമായ വില കിട്ടുന്നില്ല. ജീവിത ചെലവ് വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ കുറെ കാലമായി, പ്രത്യേകിച്ച് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലാ മേഖലയിലും സമൂഹത്തിന്റെ ജനജീവിതത്തിന്റെ സമസ്ത മേഖലയും സ്വാധീനിക്കുന്ന രീതിയിൽ വളരെ വലിയ നികുതി നിർദ്ദേശങ്ങളും വലിയ കൊള്ളയുമാണ് നടക്കുന്നത്. ഇവിടെ ഏറ്റവും അവസാനം നടത്തിയിരിക്കുന്ന ഭൂനികുതി 50% വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഭൂനികുതി നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെയുള്ള കൃഷിയിടങ്ങളിൽ 5 പൈസ കൃഷിയിടങ്ങളിൽ നിന്ന് കർഷകന് ലാഭം കിട്ടാത്തൊരവസ്ഥ. ആർക്കും കൃഷിഭൂമി വേണ്ട, കൃഷി ചെയ്യാൻ ആളില്ലാത്തൊരവസ്ഥയിൽ ആ കൃഷിഭൂമിക്ക് ഇപ്പോൾ ആണ്ടുതോറും 500 രൂപയിലധികം ഒരേക്കറിന് ഇവിടെ നികുതി അടയ്ക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അത് ഗ്രാമങ്ങളിലാണ്. അതേസമയം നഗരങ്ങളിലാണ് എങ്കിൽ അത്രയും ഭൂമിക്ക് ഏതാണ്ട് 1000 രൂപയടുത്ത് 937 രൂപയുടെ മേൽ തുക അടയ്ക്കേണ്ട ഒരു അവസ്ഥയിലാണ്. അത് നഗരസഭകളിലാണെങ്കിൽ, മറ്റ് കോർപ്പറേഷനുകളിലാണെങ്കിൽ 1000-1500 രൂപ വരെ വർദ്ധിക്കുകയാണ്. ഇത് ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചതാണ്. 50% ഒറ്റയടിക്ക് കേരളത്തിൽ ഭൂനികുതി വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ ബഡ്ജറ്റിലൂടെയാണെങ്കിൽ ഫെയർ വാല്യൂ എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയിലൊക്കെ ഇന്ന് ആർക്കും വേണ്ടാതെ കിടക്കുന്ന ഭൂമി, ആ ഭൂമിക്ക് കിട്ടുന്ന വിലയുടെ ഇരട്ടി തുകയാണ് ഫെയർ വാല്യൂ ആയിട്ട് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത്. ഓരോ ബഡ്ജറ്റിലൂടെയും 10%, 20% ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകൾക്ക് ഭൂമി വിറ്റാൽ സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കേണ്ടത് കിട്ടുന്ന വിലയുടെ ഇരട്ടി തുക ആ സ്റ്റാമ്പ് ഡ്യൂട്ടി ആയിട്ട് എഴുതേണ്ടി വരുന്നു. അപ്പൊ ആ തരത്തിൽ അശാസ്ത്രീയമായ സംവിധാനങ്ങളാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ വൈദ്യുതി കരം, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം വൈദ്യുതിയുടെ ചാർജ് 6 തവണയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോ 6 വർഷം ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന സമയത്തുണ്ടായിരുന്ന ഇലക്ട്രിസിറ്റി ചാർജിന്റെ ഇരട്ടിയോളം ആയിരിക്കുകയാണ് ഇന്നിപ്പോ. എത്ര വലിയ വർധനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ വെള്ളക്കരം ഒറ്റയടിക്ക് ഇരട്ടിയിലധികം വർദ്ധിപ്പിക്കുകയുണ്ടായി. ഓരോ മേഖലയിലും ഗവൺമെന്റിന് ഏതൊക്കെ മേഖലയിൽ ജനങ്ങളെ പിഴിയാൻ കഴിയുമോ ആ മേഖലയിലൊക്കെ പിഴിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പൊ ഏറ്റവും അവസാനം നമ്മുടെ ഈ കിഫ്ബി തുടങ്ങിയതേ നമ്മൾ പറഞ്ഞതായത് വലിയ തട്ടിപ്പാണെന്നുള്ളത്. കാരണം ബഡ്ജറ്റിന് കണക്കുകളോടുകൂടിയാണ് സാധാരണ ഒരു സംസ്ഥാനത്ത് ഒരു ഗവൺമെന്റിന്, അത് ഏത് സ്ഥാപനങ്ങളാണെങ്കിലും ഒരു സംവിധാനങ്ങൾക്ക് ഒരു ബഡ്ജറ്റും ആ ബഡ്ജറ്റിന്റെ അടിസ്ഥാനത്തിലാണ് തുകകൾ ചെലവഴിക്കുന്നതും അതിന്റെ വരവ് ചെലവ് കണക്കുകളൊക്കെ ബഡ്ജറ്റിലൂടെയാണ് വരേണ്ടത്. പക്ഷേ സംസ്ഥാന ഗവൺമെന്റ് ഒരു പുതിയ കണ്ടുപിടുത്തം കിഫ്ബി, അവർ പറഞ്ഞു ഇത് ബഡ്ജറ്റിന് പുറത്തുള്ള വേറൊരു വേറെ ഏർപ്പാടാണ്. ഈ ഏർപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ സംസ്ഥാനത്തിന്റെ കടബാധ്യതയെ ഒന്നും ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞു. അന്ന് പ്രതിപക്ഷം പറഞ്ഞു ഇത് അപകടകരമാണ്, ഇത് ബഡ്ജറ്റിന് പുറത്തുള്ള ഒരു ധനസമാഹരണവും സംവിധാനവുമായി മാത്രം നിൽക്കില്ല, സംസ്ഥാനത്തിന്റെ പൊതുകടത്തിന്റെ ഭാഗമായി മാറും. കാരണം സംസ്ഥാന ഗവൺമെന്റുകൾ ഗ്യാരണ്ടി കൊടുത്താണ് ഇത് വാങ്ങുന്നത്. വളരെ അപകടകരമായ വലിയ കടക്കണിയിലേക്ക് സംസ്ഥാനത്തെ തള്ളിവിടും, വലിയ ബാധ്യതയാകുമെന്ന് അന്ന് പലതവണ പറഞ്ഞപ്പോഴും ധനകാര്യ വിദഗ്ധൻ
തോമസ് ഐസക് ഇതൊരു വലിയ പുതിയ അഭ്യാസമാണ്, നിങ്ങൾ കണ്ടോളാനാണ് പറഞ്ഞത്. അവസാനം ലോകത്തെമ്പാട് നിന്നും കിട്ടാവുന്ന കൊള്ള പലിശയ്ക്ക് വാങ്ങുക. കൊള്ളപ്പലിശ എന്ന് പറഞ്ഞാൽ 9.5% ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് വാങ്ങിയത്. അതുപോലെ കൊള്ള പലിശയ്ക്ക് ലോകത്ത് കിട്ടാവുന്നിടത്തുനിന്നൊക്കെ പണം വാങ്ങി അത് ദൂർത്തടിച്ച് പ്രത്യുൽപാദനപരമായ ഒരു മേഖലയിലും ചെലവഴിക്കാതെ വലിയ ബാധ്യതയിലേക്ക് സംസ്ഥാനത്തെ തള്ളിവിട്ടിരിക്കുന്നു. ഇന്നിപ്പോ സംസ്ഥാനത്തിന്റെ ഒരു വർഷത്തെ വരുമാനത്തെക്കാൾ കൂടുതൽ കടമായി പലിശയായി കൊടുക്കേണ്ട ഗതികേടിലേക്ക് നമ്മുടെ സംസ്ഥാനം വന്നിരിക്കുന്നു. പൊതുകടത്തിന്റെ ഭാഗമല്ല എന്നവർ ഇന്നലെ വരെ പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് അവസാനം കേന്ദ്ര ഗവൺമെന്റ് ഇത് പൊതുകടത്തിന്റെ ഭാഗമാണ് എന്നും CAG ഉൾപ്പെടെയുള്ളവർ മുഴുവൻ ഇതിന്റെ ഭാഗമാണ് എന്ന് വിധിയെഴുതിയതോടുകൂടി കടമെടുക്കാൻ പോലുമുള്ള കേരളത്തിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ആ പരിധിയും ലംഘിച്ചു കഴിഞ്ഞതുകൊണ്ട് ഒരു നയ പൈസ പോലും ഇപ്പോൾ കടം പോലും എടുക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് സംസ്ഥാനത്ത് തള്ളിവിട്ടിരിക്കുക. അതിനിപ്പോ കേരളത്തിലെ ജനങ്ങളെ പിഴിയാൻ തീരുമാനിച്ചിരിക്കുക. 50 കോടി രൂപയിലധികം ചെലവഴിക്കുന്ന ഏത് കിഫ്ബി സംവിധാനങ്ങളിലും യൂസർ ഫീ വിധിക്കാം. ടോളല്ല കേട്ടോ, യൂസർ ഫീ. അത് വേറൊരു ഏർപ്പാടാണ്. പാർത്ത അങ്ങോട്ട് നമ്മളെ ബന്ധു നിരോധിച്ചിട്ട് ഹർത്താൽ കൊണ്ടുവന്നു പറഞ്ഞതുപോലെ ഒരു ഏർപ്പാടാണത്. ടോളല്ല, ഇപ്പോ അവര് യൂസർ ഫീ ആണ്. ഇപ്പൊ യൂസർ ഫീ വിധിക്കാൻ പോകുന്നത് നമ്മൾ കേൾക്കുന്നത് AI ക്യാമറ വെച്ചിങ്ങനെ നമ്മൾ ഒരു വഴിയെ പോയാൽ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന ഫാസ്ടാഗിലൂടെ നമ്മുടെ പണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ആ രീതിയിൽ ഈ സംസ്ഥാനത്തെ ജനങ്ങളെ കൊള്ളയടിക്കാൻ പുതിയ മാർഗങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് PR അജി അധ്യക്ഷത വഹിച്ചു. KP ബാബു, AB എബ്രഹാം, AG അനൂപ്, സിജു എബ്രഹാം, ഭാനുമതി രാജു, PC ജോർജ്, അനൂപ് ഇട്ടൻ, എൽദോസ് M ദാനിയേൽ, CD മുഹമ്മദ്, നോബിൾ ജോസഫ്, സത്താർ വട്ടക്കുടി, വിൽസൺ പിണ്ടിമന, MV റജി, ബാബു പോൾ, മുഹമ്മദ് റഫീഖ്, അനിൽ രാമൻ നായർ, വിജയൻ നായർ, നോബ് മാത്യു, വത്സ ജോർജ്, സണ്ണി വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. GTV ന്യൂസ് കോതമംഗലം.